അപ്പോഴേ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ നമ്മുടെ കല്ലേപ്പുള്ളിയിലാണ് കേട്ടോ. ഈ കല്ലേപ്പുള്ളിയിൽ ഈ കാണുന്ന ഒരു 5 സെൻറ്റ് സ്ഥലവും 1150 സ്ക്വയർ ഫീറ്റിൽ ഒരു വാർപ്പ് വീടുന്ന് സെയിലിന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 ബെഡ്റൂം, അതുപോലെ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ നമുക്കൊരു മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ബോർവെല്ലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിനകത്ത് 4 സൈഡിലും കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ. വെറും ഒരു 5 വർഷം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പഴക്കമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. പറമ്പ കാറ്റഗറിയിലാണ് കേട്ടോ ഭൂമിയുള്ളത്. അത്യാവശ്യം നമുക്കൊരു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ടാണെങ്കിലും നമുക്ക് വാഹനങ്ങളൊക്കെ നിർത്താൻ പറ്റുന്ന, ചെറിയ വാഹനങ്ങൾക്കൊക്കെ സുഖമായിട്ട് 2 വാഹനം നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ടേജ് ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ നായ്ക്കൂടും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ചുറ്റിനും നമുക്ക് ഇതേപോലെ തന്നെ ഈ സിമെൻറ്റ് കൊണ്ട് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കല്ലേപ്പുള്ളി ജംഗ്ഷൻ. ഈ കല്ലേപ്പുള്ളി ജംഗ്ഷനിൽ നമ്മൾ കൊട്ടേക്കാട് പോകുന്ന റൂട്ടുണ്ടല്ലോ, ഈ കൊട്ടേക്കാട് റൂട്ടിലേക്ക്, അതായത് കല്ലേപ്പുള്ളി ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ, അതായത് ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 35 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത്. വില എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ നെഗോസിയേഷനും ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ അടുത്ത അയൽവക്കത്തെ കണ്ട ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ അല്ല, ഒരിക്കലും വെള്ളം കയറി 2018 പോലും വെള്ളവും കാര്യങ്ങളൊന്നും കയറാത്ത നല്ലൊരു ഏരിയ ആണ്. കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു ഭൂമി കിടക്കുന്നത്. പിന്നെ ബാക്ക് സൈഡൊക്കെ നല്ല പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീടിനകത്തോട്ട് കയറുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഒരു മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നല്ല മരത്തിൻ്റെയാണ് നമ്മൾ കട്ടില വാതിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതോട്ട് പിന്നെ ഒന്നും കൂടെ കയറിയാൽ നമ്മളുടെ ഒരു ലിവിങ് ഹാൾ എത്തി കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരു ഓപ്പൺ ആയിട്ടൊരു ഡൈനിങ് സ്പേസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഭാഗത്താണ് നമുക്കൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സാധനങ്ങളൊക്കെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളായതുകൊണ്ട് മൊത്തത്തിൽ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചൺ ഭാഗമാണ് കേട്ടോ. കിച്ചണിലാണെങ്കിലും നമുക്ക് കബോർഡ് വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിനി എക്സ്ട്രാ ഒന്നും ചെയ്യാനായിട്ടില്ല. അത്യാവശ്യം നല്ല വർക്കുകൾ കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇത് വർക്ക് ഏരിയയുടെ ഭാഗമാണ് കേട്ടോ. ഇതിലും അതുപോലെ തന്നെ നമുക്കൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് നമുക്കൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ മുകളിലൊക്കെ തന്നെ നമുക്ക് അതുപോലെ ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കതൊരു ഡൈനിങ് സ്പേസ്, ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമുക്കത് വരുന്നത്, ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു 11-13 സൈസിലുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് കേട്ടോ. ആണോ, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ഒരു വീട് തന്നെയാണ്. വലിയ പഴക്കോ കാര്യങ്ങളോ ചിന്നലോ പൊട്ടലോ പെയിൻറ്റിങ് ഡിമ്മാവോ ഒന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ള വെച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. അത് 13-12 സൈസിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം. അതിലും അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തേക്ക് മൊത്തത്തിലായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നെഗോസിയേഷനൊക്കെ ചെയ്ത് നല്ലൊരു പ്രൈസിന് മേടിച്ചെടുക്കാം.